അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൊണ്ടാട്ടമാണ്. ഇന്നേ വരെ യൂട്യൂബിലൊന്നും ആരും ചെയ്യാത്ത ഒരു ടേസ്റ്റി ആയൊരു കൊണ്ടാട്ടം, അതായത് ഉള്ളി വെച്ചിട്ട്. അപ്പം നിങ്ങൾ കരുത് ഉള്ളി വെച്ച് കൊണ്ടാട്ടോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഒരു രക്ഷയില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇത് നമുക്ക് അങ്ങനെയും കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കൊണ്ടാട്ടമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് 250 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫ്രഷ് ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക. ഇതിൽ വലിയ ഉള്ളി പിന്നെ ഇങ്ങനെ ചേർക്കില്ല, വലിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കരുത്. അപ്പോൾ ചെറിയുള്ളി അത് നല്ല ഫ്രഷ് തന്നെ എടുത്ത് നന്നായി കഴുകി എടുക്കുക, തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നിങ്ങളുടെ അടുത്ത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കുക, അതിൻ്റെ ടേസ്റ്റും എരിവ് ഇഷ്ടമാണെങ്കിൽ അത്. ഇതിന് നന്നായി എരിവ് വേണം. അപ്പം ഞാൻ 5 പച്ചമുളക് നല്ല എരിവുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം അത് 1/2 ടീസ്പൂണോടെ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം അതൊരു 1/4 ടീസ്പൂണ്. പിന്നെ ഒരു 4 മണി ഉലുവ, അത്ര മാത്രമേ ഇടാവൂ, ഒട്ടും കൂടരുത്. പിന്നെ 2 അല്ലി വലിയ വെളുത്തുള്ളി. പിന്നെ കറിവേപ്പ് അത് വലിയ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. 1 or 2 തണ്ട് തന്നെ എടുക്കുക. കറിവേപ്പ് നന്നായി ഇതിൽ ചേർക്കണം, എങ്കിലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കറിവേപ്പും പച്ചമുളകുമാണ് ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കേണ്ടത്, ഉള്ളിക്ക് ഒപ്പം തന്നെ. അപ്പോൾ ഇത് ഈ പച്ചമുളക് മാത്രം ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അരയരുത്, ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കാം. അമ്മിയിൽ വെച്ച് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ പിന്നെ വേണ്ടത് നമ്മൾ ബാക്കിയൊക്കെ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ചതച്ചെടുക്കുക. അപ്പോൾ ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചതഞ്ഞ് കിട്ടും ഇതേ ഒരു പാകത്തിൽ. അപ്പോൾ അരഞ്ഞു പോകരുത്, ഒട്ടും വെള്ളവും ചേർക്കണ്ട. ഇനി വേണ്ടത് നമുക്ക് ചോറ്റരിയില്ലേ, നമ്മൾ ചോറ് വെക്കുന്ന ചോറ്റരി, പച്ചരി എടുക്കരുത്, ചോറ് വെക്കുന്ന ചോറ്റരി ഒരു പിടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി ഊറ്റി ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ എന്നിട്ട് ഇത് വറുത്ത് നമ്മൾ സാധാരണ അരി വറുത്ത് പൊടിക്കില്ലേ, അതുപോലെ വറുത്ത് പൊടിക്കുക. അപ്പോൾ അങ്ങനെ വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം പിന്നെ ഇതിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ കൊണ്ടാട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ഉപ്പ് തന്നെ വേണമല്ലോ, അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുമ്പം ഓവറായിട്ട് അരിപ്പൊടി ഇടരുത്, ഹാർഡായി പോവും. അതുപോലെ കുറഞ്ഞും പോകരുത്, അപ്പം അങ്ങോട്ട് പൊടിഞ്ഞും പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു പാകത്തിനായിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത് പാകമാണോന്ന്. അപ്പോൾ നന്നായി എല്ലാ വശത്തോട്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പോരാ, അപ്പോൾ ഞാൻ അല്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 4 ടീസ്പൂണോളം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പാകം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഉരുട്ടാൻ കഴിയണം, പക്ഷേ ഓവറായിട്ട് അരിപ്പൊടി ഇടരുത്. അപ്പോൾ ഒരു അരി കൊണ്ട് ആ ഒരു ടേസ്റ്റ് വരും, അരിയുടെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കരുത്. നമുക്കൊരു പിടുത്തത്തിനുള്ളത് വേണ്ടത് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ എരിവും ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എണ്ണയോ വെള്ളമൊന്നും കൂട്ടാതെ തന്നെ നമ്മളെ കയ്യിലൊന്നും ഒട്ടുമൊന്നുമില്ല, ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ഉരുട്ടിയെടുക്കുക. ഇനി ഇത് വെയിലത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 ദിവസം തന്നെ വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങി കിട്ടണം. ഇനി കൂടുതൽ വെയിലത്ത് വെച്ചാൽ അത്രയും നല്ലതാണ്, നമുക്ക് എത്ര 2 വർഷം വരെയൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട് 3 ദിവസം കൊണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടാവണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്ന ഉടനെ തന്നെ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം, അല്ലെ കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. അപ്പം 1 മിനിറ്റോളം പെട്ടെന്ന് ഇങ്ങനെ ഇതായി കിട്ടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ കരിഞ്ഞു പോകരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം, ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കണം. അപ്പോൾ തീ നന്നായി ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഓവറായിട്ടും കൊണ്ട് വറുത്ത് എടുക്കുകയും വേണ്ട. അപ്പോൾ ഇത് പായി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം, അതാണ് ഇതിൻ്റെ പാകം. ഇത് എന്ത് ടേസ്റ്റാന്ന് പറയാം, എന്താ മണമെന്നറിയാം. ഇപ്പം തന്നെ ഇത് നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ഇത് വറുത്തും കൂടി കഴിയുമ്പോൾ പറയണ്ട. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് പുതിയ ഇങ്ങനെ കൊണ്ടാട്ടങ്ങൾ, തുറമാങ്ങ, വടുക, അതൊക്കെ ഞാൻ തന്നെയായിരുന്നു ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് നല്ല കമൻസ് ഇട്ടിരുന്നു. പിന്നെ അവരൊക്കെ പറഞ്ഞു ഇതുപോലെ വെറൈറ്റിയായ നാടൻ ഒരുപാട് വിഭവങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നിങ്ങളെ മുൻപിൽ എത്തണമെങ്കിൽ പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, തീർച്ചയായും ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്